ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുക കരുതുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം പെയ്ത മഴയ്ക്ക് നമ്മളെ വീട്ടിൻ്റെ ചുറ്റിലും വെള്ളമായിരുന്നു. തോടൊക്കെ നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾസിനെ മദ്രസയിലേക്ക് കൊണ്ടുപോയി വിടാൻ ഞാനിതാ തൊട്ടടുത്ത് തന്നെ ഈ തോട് കേട്ടോ. അപ്പോൾ ഇക്കര ഉണ്ടാക്കി കൊടുത്ത് അവരണ്ട് പോയിക്കോളൂ കേട്ടോ. ആദ്യമൊക്കെ നടന്ന് കൊണ്ടാക്കി വന്നിരുന്നു. ഇപ്പോൾ സൈക്കിൾ എടുത്ത് കൊടുത്ത കാരണം അവർ സൈക്കിളിൽ പോകും. അപ്പോൾ ഇതാ അവരെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ നമ്മളെ മെയിൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാനുള്ള ടൈം ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അവർക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അവരങ്ങനെ കുടിച്ചിട്ട് പോവും. അപ്പോൾ 2 ദിവസം മഴയോണ്ട് മഴയായ കാരണം മുറ്റം നിറയെ വെള്ളം കെട്ടി നിന്നിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാനിവിടെ ഇത് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ. അന്ന് മദ്രസയിൽ സ്കൂളിൽ അവർ പോയില്ല, കണ്ടില്ലേ? ഇതാണ് കേട്ടോ 2 ദിവസം പെയ്ത മഴയ്ക്ക് മുറ്റം നിറയെ വെള്ളമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ചുറ്റിലും പാടങ്ങളാണ്, തോടാണ്. അപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം പോകാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയല്ലോ. കാരണം എല്ലായിടത്തും വീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയല്ലോ, അതുകൊണ്ടായിരിക്കാം കേട്ടോ. പിന്നെ നമുക്കിതിന് പരാതിയും പരിവൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണ്. അവർ മണ്ണൊക്കെ അടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സൗകര്യം. പിന്നെ നമ്മളതിൽ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേറെ മാറിപ്പോവായിരുന്നു കേട്ടോ. അതിനുള്ളൊരു സാഹചര്യം ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളിത് സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ദോശയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഇവിടെ എന്നും ദോശയാണ് ചോദിച്ചാൽ എന്നും ദോശയാണ് കേട്ടോ. ഈ ദോശ നമ്മളിപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല കൊല്ലത്തും ഫേമസ് ആയിട്ടോ. നമ്മളെ യൂട്യൂബിലത്തെ ഒരു ഫ്രണ്ട്സ് വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്നപ്പോൾ അവർക്കും ഇഷ്ടമായി എന്നാണ്. ഇപ്പോൾ അവരും ഇതിൻ്റെ ഒരു ഫാൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ദോശൻ്റെ കൂടെ തന്നെ മക്കൾസിന് സ്കൂളിലേക്ക് ഞാൻ കേബേജ് തോരൻ പോലെ ഉണ്ടാക്കിയിട്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തയക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞാനിന്ന് എനിക്ക് ആ ഉപ്പേരിയിൽ നിന്ന് ലേശം എടുത്ത് വെക്കും. അപ്പോൾ അതും പിന്നെ കറി കുറച്ച് എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ അച്ചാറോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടിയാണ് പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിൽ തെറിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം മഴയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല വെയിൽ തെറിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള വെള്ളം വറ്റിയാലും കുറച്ച് ചളി പിളിയായിട്ട് കിടക്കും കേട്ടോ. വെള്ളം വറ്റുന്നുണ്ട്, അതന്നെ ഹയർ കേട്ടോ. അങ്ങനെ മക്കൾസ് സ്കൂളിലേക്കൊക്കെ പോയി. അങ്ങനെ മോളെ സ്കൂളിൽ റോട്ടിൽ കൊടുന്നാക്കി ഇവിടെ വണ്ടി വരും കേട്ടോ. അവിടെ നിന്ന് അവളങ്ങനെ പോയിക്കോളും. അപ്പോൾ വണ്ടി വരുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുറച്ച് മീൻ മുള്ള ഉണ്ടായിരുന്നു, അത് കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെയ്ച്ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ 4-5 ഇല്ലി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്കുള്ള മസാലകളായ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചത് കേട്ടോ. ഇവിടെ പുളിയാണ് എടുക്കാറ് കേട്ടോ. ഞങ്ങളിവിടെ കുടംപുളി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് കയ്യിൽ ചിപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കറുമുറയിലിട്ട് തിന്നണോണ്ട് വോയിസ് കൊടുക്കണമെന്ന് കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ കറി വെച്ചിട്ട് അതിൽ തിളച്ച് വരുമ്പോൾ മുള്ളൻ കറി വെക്കുകയെന്നുണ്ടെങ്കിൽ മീനൊന്ന് തുള്ളിയാൽ മതി എന്നിട്ട് അതിൻ്റെ അമ്മൊക്കെ പറയുക. മുള്ളനായാലും മാന്തളായാലും ഈ വെത്തലായാലും ഇങ്ങനെ ചെറിയ മീനൊക്കെ ഒന്ന് കറിയിട്ട് ഒന്ന് തിളച്ച് വല്ലാതെ ഇതാവേണ്ട കേട്ടോ. അപ്പോൾ തന്നെ മീൻ നുറുങ്ങി കഷ്ണങ്ങളാവും കേട്ടോ. അപ്പോൾ എൻ്റെ മീനൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. 4 ആളല്ലേ ഉള്ളൂ. 4 ആൾക്ക് ഇല്ല കേട്ടോ, ആകെ 3 ആളുള്ളൂ. അതിൽ ഒരാൾക്ക് ചോറും വേണ്ട കറിയും വേണ്ട ഒന്നും വേണ്ട. അപ്പോൾ ഞാനാണെങ്കിലേ ഈ മുളകും പൊടിയൊക്കെ ഭയങ്കര എരിവുള്ള മുളകും പൊടി. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മുളകും പൊടിയും 2 പച്ചമുളകും ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. അത് മതി. അപ്പോൾ അവർ കറിയൊന്നും ചിലപ്പം കൂട്ടൂല. ചിലപ്പോൾ ഞാൻ തന്നെ അത് ഒറ്റക്ക് കൂട്ടി തീർക്കേണ്ടി വരും. അപ്പോൾ എരിവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ വായ്പുണ്ണായിട്ട് കറിയൊന്നും കൂട്ടാനും വയ്യ. അങ്ങനെ എന്തായാലും ഒരു പേരാകുമ്പോൾ ചോറും കറിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീൻ പൊരിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അങ്ങനെ ബാക്കിയുള്ള മുള്ള മീൻ ഞാൻ കുറച്ച് മസാല ഒക്കെ തേച്ചിട്ട് സെറ്റാക്കിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൽ കണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഒന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ കരുതും ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടിണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് കഴിച്ചാൽ തിന്നാൽ മതിയായിരുന്നു, ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നവരാൾക്കും ഒരുവിധം വീട്ടന്മാരൊക്കെ കേട്ടോ. ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്കനെ 4 കഷ്ണമാക്കാനൊന്നുമില്ല, 2 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ
2 സൈഡ് ഭാഗം ചീഞ്ഞിക്കണമെന്ന് താത്ത അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. ഇക്കാണെങ്കിൽ ചക്കൻ്റെ മരമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ചക്ക തിന്നുമ്പോൾ തന്നെ ശ്വാസം മുട്ടിയിട്ട് ഛർദ്ദിച്ചുകൊണ്ട് കളയും കേട്ടോ. അപ്പോൾ ചക്കനോടുള്ളൊരു ഇഷ്ടം ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചക്കക്കുരു ഇപ്പോൾ ഫേമസ് ആണല്ലേ. ചക്കക്കുരു ഒന്നും ആരും കളയണ്ട കേട്ടോ. നമുക്ക് അതിനൊരു ഡിമാൻഡ് ഇല്ലെങ്കിലും നമ്മൾ അന്യ നാട്ടുകാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഉണ്ടെങ്കിലൊക്കെ എല്ലാവരും എടുത്ത് വെക്കുക. പരമാവധി എങ്ങനെയൊക്കെ തിന്നാൻ പറ്റും അങ്ങനെയൊക്കെ തിന്നാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞിട്ട് ചക്കൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കുക കേട്ടോ. എൻ്റെ ഉമ്മച്ചി പറയേ, എനിക്ക് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചിട്ട് ഇതാവണ്ട, കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ച് നോക്കുന്നാലേ ഈ കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ എന്നിട്ടാ. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ എനർജിയിലാണ് തോന്നുന്നത്. തുടച്ചോടത്ത് തന്നെ തുടച്ചിങ്ങാണ്ടിരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. കാര്യമൊന്നുമല്ല, ഇപ്പം മഴക്കാലമായ കാരണം അവിടെ ഇവിടെയും ചോർന്നിട്ടും അതിൻ്റെ കൂടെ തന്നെ അണ്ണാരക്കണ്ണനും എലിക്കുട്ടന്മാരും മറ്റൊരു മറിച്ചവരായിട്ട് ഇല്ലാത്ത കമ്പനി നമുക്കില്ല കേട്ടോ. അപ്പോൾ ഈ കുളിക്കാൻ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൊണ്ട് തുടച്ചിട്ടിട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അകത്തേക്കൊണ്ട് കയറുമ്പോണ്ടല്ലോ അതൊരു ഹൈറാട്ടോ. ആ വീട്ടിൻ്റെ ഉള്ളിൽ കാണാൻ എല്ലായിടത്തും വൃത്തിയിലിങ്ങനെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് പിന്നെ ഞാനിതാ പള്ളക്ക് വിശന്നപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ട് ഇതാ മുറ്റത്ത് വന്നിട്ട് ഇരുന്ന് തിന്നട്ടോ. മുറ്റത്തല്ല ഇറക്കൊലയിൽ ഈ ചെടീനോടും പിന്നെ കുറേ കാക്കിയും കുറേ കിളിയും മറ്റൊരു മറിച്ചവരൊക്കെ ഉണ്ടായിരുന്നു കമ്പനിക്ക്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ മറ്റോടത്ത് മറിച്ചോടത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അടുത്തേക്ക് ഇട്ട് കൊടുത്ത് അവർ വരില്ല, അവർക്ക് പേടിയാണ് നമ്മളവരെ കാട്ടൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ ചോറൊക്കെ തിന്നുമ്പോൾ കിളിയോടെയും പിന്നെ പാട്ടൊക്കെ പാടി ഒക്കെ അങ്ങനെ കേട്ടോ ഇഷ്ടം. ഈ ടേബിളിൽ കുത്തി നിന്നിട്ട് ചോറ് തിന്നാൻ വയ്യ. പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ വായനശാല, അതിനെ പറ്റിയിട്ടുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഥ പറയാൻ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളൊക്കെ പോയി മോളൂസിനെ വിളിച്ചു. പിന്നെ അവിടുത്തെ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഫോണ് തട്ടിപ്പറിച്ച് കുട്ടികൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇതൊന്നവിടെ ചിത്രം വരച്ചിരിക്കുക കേട്ടോ. ഒരു പാവപ്പെട്ട കലാകാരനാണ്, അവരെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സാർമാർ. ഇതിൻ്റെ മോൾ വരച്ചാട്ടോ. അവർ ഇങ്ങനെ വരക്കാനൊക്കെ അത്യാവശ്യം അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ പോയി വന്നതിന് ശേഷം മക്കൾസ് സ്കൂളിൽ നിന്ന് വന്നു, ചായ കുടിച്ചു. പിന്നെ അതൊക്കെ വീഡിയോ എടുക്കുമ്പോഴേ ഇവരെന്താണെന്നറിയില്ല, കമൻറ്റ് ബോക്സ് ആണ് ഓഫാക്കുകയാണ്. അത് കാരണം പോയി മക്കൾസിനെ വീഡിയോ കാണിക്കാൻ തന്നെ മടിയിരിക്കണം കേട്ടോ. നമ്മൾ ഈ പാവപ്പെട്ടവർ നമ്മളെ മക്കൾസിനെ കാണിക്കുമ്പോൾ അവർ കമൻറ്റ് ബോക്സ് ഓഫാക്കും. വലിയ യൂട്യൂബർമാർക്ക് അവരെ കുട്ടികളെ എന്തിട്ട് ഇതാക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.